ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കാത്തിരിപ്പിൻ്റെ ഈ നാളുകളിൽ നാം ചിന്തിക്കുന്നൊരു വചനം യോഹന്നാൻ ശ്ലീഹാ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 തൊട്ടുള്ള വചനങ്ങൾ. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന, യേശുക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി ആവസിക്കും. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്ന ഏവൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ആ വ്യക്തി പുറപ്പെടുവിക്കുന്നവനായി മാറും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ ഇല്ല എന്നാണ് അർത്ഥമാക്കുക. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിൻ്റെ നാളിൽ, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ നിറയുവാൻ, ജീവജലത്തിൻ്റെ അരൂപികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ജീവജലത്തിൻ്റെ അരൂപിയായി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ വാക്കുകളെ, എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായി ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.